പ്രണയപൂർവം നിനക്കായി ഞാൻ ഭാഗം 77. തൃശ്ശൂർ ടൗണിലുള്ള അവരുടെ വീട്ടിലില്ല എന്നറിഞ്ഞ് ഇവിടെ വന്ന് പരിശോധനയ്ക്ക് വന്നതാണ്. ഇവിടെ വന്നപ്പോൾ 2 പ്രാവശ്യം വന്നപ്പോഴും അവർ ഇവിടെ കുറച്ച് പേരെ കൂടുതൽ കണ്ടു. പരിചയമില്ലാത്ത മുഖങ്ങൾ മറ്റാരുമല്ല, നമ്മളൊക്കെ തന്നെയായിരുന്നു. അതറിയാനുള്ള ആകാംക്ഷയിൽ അവർ 2-3 ദിവസം കൂടുതൽ സഹോദരൻ്റെ വീട്ടിലങ്ങ് നിന്നു. എന്നിട്ട് ഇങ്ങനെ വന്ന് നോക്കും. അതാണ് അപ്പുറത്തെ ഏഞ്ചൽ കൊച്ച് കണ്ടത്. ഇവിടെ വന്ന എല്ലാവരുടെയും വിഷ്വൽസ് ഒന്ന് കാണിച്ചു കൊടുത്തപ്പോൾ തന്നെ ഏഞ്ചൽ തിരിച്ചറിഞ്ഞു ഇവരെ. അലക്സ് പറഞ്ഞതും ഓ അപ്പോൾ എൻ്റെ പെണ്ണിനെ കൊണ്ട് ഗുണമുണ്ടായി. ആദിശേഷ് പറഞ്ഞതും അവൻ്റെ അടുത്ത് നിന്ന് ശ്യാം അവനെ ഒന്ന് നോക്കിക്കൊണ്ട് കഷ്ടം എന്ന് പറഞ്ഞു. അത് കണ്ട് അവനൊന്ന് ചിരിച്ചു. എന്താടാ അടുത്ത് നിന്ന് സെബി ചോദിച്ചു. ഏയ് അവൻ്റെ പെണ്ണിനെ നൈസായിട്ടൊന്ന് പൊക്കിയതാ. കിട്ടുന്ന അവസരങ്ങളൊന്നും പാഴാക്കുന്നില്ല ചെക്കൻ പെണ്ണിനെ പൊക്കാൻ. ശ്യാം പറഞ്ഞതും അത് കല്യാണം കഴിഞ്ഞ അതോടുകൂടി തീർന്നോളും, ഇപ്പം അങ്ങനെയൊക്കെ ഉണ്ടാവും, നീ കാര്യമാക്കണ്ട, സെബി ശ്യാമിനോട് പറഞ്ഞു. അത് കേട്ടതും ആദിശേഷ് അവരെ ഒന്ന് കൂർപ്പിച്ച് നോക്കി. അങ്ങനെ അത് മാറുമൊന്നുമില്ല. ദാ ആ ഇരിക്കുന്ന അച്ഛൻ്റെ മകനാണ് ഞാൻ. അത് കണ്ടോ അമ്മയെ ഇപ്പോഴും ചേർത്ത് പിടിച്ചുകൊണ്ട് നിൽക്കുന്നത്? അതുപോലെ ഞാനും എൻ്റെ പെണ്ണിനെ ചേർത്ത് പിടിച്ചു നിൽക്കും. ഞങ്ങൾ ജനിച്ച കാലം തൊട്ട് കാണുന്ന കാഴ്ചയാണ്. അതുകൊണ്ട് അതുപോലെ ആകാനേ ഞങ്ങൾ ശ്രമിക്കൂ. അവൻ പറഞ്ഞതും ആ പറഞ്ഞത് സത്യ. നമ്മുടെ സണ്ണിയുടെ അപ്പച്ചൻ അവൻ്റെ അമ്മച്ചി എന്ത് പൊന്നുപോലെയാണെന്നറിയാൻ നോക്കിയത്. അവർ റൊമാൻസ് കാണണമായിരുന്നു. അതുകൊണ്ടല്ലേ നമ്മുടെ സണ്ണിച്ചാൻ ഗൗരി കൊച്ചിനെ ഇങ്ങനെ കൊണ്ടു നടക്കുന്നത്. അത് സത്യ. ഒരുപാട് കഷ്ടപ്പെട്ടുവെങ്കിലും, ഒരുപാട് വിഷമങ്ങൾ അനുഭവിച്ചെങ്കിലും, ഒരുപാട് കരഞ്ഞെങ്കിലും ഞങ്ങളുടെ ഗൗരി ഈ ഒരു സന്തോഷത്തിലേക്ക് എത്താനുള്ള കുറച്ച് കടമ്പകളായിരുന്നു. പറഞ്ഞു കേട്ടിട്ടില്ലേ, സ്വർഗത്തിലേക്കുള്ള വഴി കല്ലും മുള്ളും നിറഞ്ഞതാണെന്ന്. അവളുടെ സ്വർഗമായ ആ സണ്ണിയുടെ വീട്ടിലേക്കുള്ള വഴിയായിരുന്നു അവൾ ആ കല്ലും മുള്ളും ചവിട്ടിയത്. അത് പറഞ്ഞ ആദികേഷ് ഇല്ലല്ലോ, നമ്മുടെ കൊച്ചിനെ കൊണ്ട് ചവിട്ടിച്ചതല്ലേ ഇവന്മാര്. പെട്ടെന്ന് അവൻ്റെ ശബ്ദം കൂടിയതും എല്ലാവരും അവരെ നോക്കി. എന്തുപറ്റി? അനന്തപത്മനാഭൻ ചോദിച്ചതും അച്ഛാ ഇവർക്കെതിരെയുള്ള കേസുകൾ എന്തൊക്കെയാണ്? ആദികേഷ് ചോദിച്ചു. നീ ടെൻഷനാവേണ്ട ആദി. അഗ്നിഹോത്രിയും അവൻ്റെ കൂട്ടരും നേരിടേണ്ടി വരുന്നത് ചെറിയ കുറ്റങ്ങളല്ല. ഒന്നാമത് കിഡ്നാപ്പിംഗ് കേസ്, ഗൗരിയെ പ്രസവിച്ച ഉടനെ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയ സംഭവം, തെളിവുകൾ ഇപ്പോഴും കൈവശമുണ്ട്. രണ്ടാമത് സ്വത്ത് തട്ടിപ്പ്, അംബികയുടെ പേരിലുള്ള ഭൂമിയും സ്വത്തും വ്യാജരേഖകൾ ഉണ്ടാക്കി കൈക്കലാക്കാൻ ശ്രമിച്ചത്. രേഖകൾ കോടതിയിൽ എത്തിക്കഴിഞ്ഞു. മൂന്നാമത് അസോൾട്ട് ആൻഡ് അബ്യൂസ്, ശക്തിഭദ്രനെ നിലവറയ്ക്കുള്ളിൽ 21 വർഷം തടവിലാക്കിയിരുന്നത്, ഒരു ജീവപര്യന്തം തടവിന് തുല്യമായ കുറ്റം. നാലാമത് ഡൊമസ്റ്റിക് വയലൻസ്, തൻ്റെ മകൻ്റെ ഭാര്യയായ തേജയെ മകൻ മരിച്ചു എന്ന് വ്യാജരേഖകൾ കാണിച്ച് അവരെ മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചതിൻ്റെ തെളിവുകൾ. അയൽക്കാർ, ബന്ധുക്കൾ, അങ്ങനെ ഒരുപാട് സാക്ഷികളുണ്ട്. എല്ലാവരും കോടതിയിൽ വന്ന് സാക്ഷ്യം പറയാൻ തയ്യാറാണ്, അലക്സ് പറഞ്ഞു. ഈ കേസുകളിൽ നിന്നും രക്ഷപ്പെടാൻ ഒരു നിർവാഹവുമില്ല. അവൻ്റെ സ്വഭാവം കണ്ടാൽ തന്നെ അവൻ്റെ ജീവിതം മുഴുവൻ ജയിലിൽ അവസാനിക്കും. നിയമം അദ്ദേഹത്തെ വെറുതെ വിടില്ല. നിങ്ങളെപ്പോലെ മഹത്തായ കുടുംബത്തെ 21 വർഷം വരെ വേദനിപ്പിച്ച പ്രതിഫലം അവൻ ജയിലിൻ്റെ ഇരുട്ടറയിൽ കഴിയേണ്ടി വരും. അഗ്നിഹോത്രിയുടെ എല്ലാ ദുഷ്പ്രവർത്തികളും വെളിച്ചത്തേക്ക് കൊണ്ടുവന്നതിൻ്റെ ഭാരത്തിൽ അയാൾ ചെയ്ത കാര്യങ്ങൾ അറിഞ്ഞ് തകർന്നു നിൽക്കുന്ന അയാളുടെ മക്കൾ. അഗ്നിഹോത്രി താൻ ചെയ്തത് എന്തും ക്ഷമിക്കുമായിരുന്നു. പക്ഷെ സ്വന്തം മകനെ തന്നെ നിലവറയ്ക്കുള്ളിൽ അടച്ചു വെച്ചതോ, ആ മകൻ വിവാഹം കഴിച്ച പെണ്ണിനെ സ്വന്തം ഭാര്യയാക്കാൻ ശ്രമിച്ചതോ, അതും അവരെ മാനസികമായും ശാരീരികമായും നീ ഉപയോഗിച്ചത്, അത് മാത്രം ഞങ്ങൾക്കൊരിക്കലും പൊറുക്കാൻ പറ്റില്ല, അനന്തപത്മനാഭൻ പറഞ്ഞു. ഗൗരിയും അംബികയും തേജയും ആദികേശും അടക്കം എല്ലാവരും അവരുടെ കണ്ണുകളിൽ ഉറച്ചൊരു പ്രതീക്ഷയായിരുന്നു. അല്പസമയം കഴിഞ്ഞതും വീട്ടിലെ മുന്നിലെ കവാടത്തിൽ പോലീസ് വാഹനത്തിൻ്റെ സൈറൻ കേട്ടു. വണ്ടികൾ എത്തി നിൽക്കുമ്പോൾ അലക്സ് വീടിന് പുറത്തേക്ക് ചെന്നു. വണ്ടിയിൽ നിന്നും ഇറങ്ങി വരുന്നവർ അലക്സിനെ കണ്ടതും സല്യൂട്ട് ചെയ്തു. അദ്ദേഹം നേരെ അവരെയും കൊണ്ട് അകത്തേക്ക് വന്നു. വീട്ടിലെ അന്തരീക്ഷം ഒരു തരം വിറയലായിരുന്നു. അപ്പോൾ എല്ലാവർക്കും മുന്നിൽ നടുവിലായി നിന്ന അഗ്നിഹോത്രി എല്ലാവരെയും ഒന്ന് നോക്കി. എന്നെ കൊണ്ടുപോകാനായി വന്നതാണോ അലക്സ്? അഗ്നിഹോത്രി ചോദിച്ചതും എല്ലാവരും അയാളെ ഒന്ന് നോക്കി. നിങ്ങളെല്ലാവരും പറഞ്ഞത് സത്യമാണ്. പക്ഷേ നിങ്ങൾക്ക് മുന്നിൽ തോറ്റുതരാൻ ഈ അഗ്നിഹോത്രിക്ക്
സാധ്യമല്ല. 21 വർഷം ചെയ്ത കുറ്റങ്ങൾ ഇന്ന് എല്ലാം തെളിയിക്കപ്പെട്ടു. കിഡ്നാപ്പിംഗ്, സ്വത്ത് തട്ടിപ്പ്, വ്യാജരേഖകൾ, സ്വന്തം മകനെ നിലവറയ്ക്കുള്ളിൽ തടവിൽ പാർപ്പിച്ചത്, സ്വന്തം മകൻ്റെ ഭാര്യയെ പീഡിപ്പിച്ചത്, ഇതൊന്നും നിയമം വിട്ടുകൊടുക്കില്ല. എനിക്കറിയാം എന്താണ് ഞാൻ അനുഭവിക്കാൻ പോകുന്ന വിധിയെന്ന്. പിന്നിൽ നിന്നിരുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ കയ്യിൽ ഹാൻഡ് കഫ് എടുത്തു. അപ്പോൾ വീരഭദ്രൻ മുന്നോട്ട് വന്നു. വീരഭദ്രൻ്റെ കണ്ണുകളിൽ നിറഞ്ഞ ക്രോധം അടക്കിക്കൊണ്ട് പറഞ്ഞു, അച്ഛനാണെന്ന് കരുതി ഞങ്ങൾ സഹിച്ചു. പക്ഷേ അച്ഛൻ തന്നെയാണ് നമ്മുടെ ജീവിതം തകർത്തത്. ഇനി നിങ്ങളെ വിട്ടുകൂടാ. അത് കേട്ട് അഗ്നിഹോത്രി അലറിപ്പറഞ്ഞു, അതെ, നിന്റെ ജീവിതം തകർത്തത് ഞാൻ തന്നെയാണ്. നിന്റെ മാത്രമല്ല, എല്ലാവരുടെയും. എനിക്ക് എൻ്റെ കാര്യം മാത്രമായിരുന്നു നോക്കേണ്ടത്. ഞാൻ എന്നെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ. എൻ്റെ സന്തോഷങ്ങൾ, എൻ്റെ സുഖം, ഇത് മാത്രമേ ഞാൻ നോക്കിയിട്ടുള്ളൂ. അത് പറയുമ്പോൾ അഗ്നിഹോത്രിയിൽ യാതൊരുവിധ മനസ്താപവും ഉണ്ടായിരുന്നില്ല എന്ന് എല്ലാവരും ശ്രദ്ധിച്ചു. അഗ്നിഹോത്രി തേജിൻ്റെ അടുത്തേക്ക് ചെന്നു. നിനക്കെല്ലാം അറിയായിരുന്നു അല്ലേടാ? എന്നിട്ടാ നീ എന്നെ കളിയാക്കുന്നത് പോലെ അച്ഛ എന്ന് വിളിച്ചത്. പക്ഷേ എനിക്ക് വിഷമം തോന്നുന്നില്ല. കാരണം നിനക്ക് സ്വന്തം അച്ഛനെ അച്ഛ എന്ന് വിളിക്കാൻ 21 വർഷം നീ കാത്തിരിക്കേണ്ടി വന്നില്ലേ? അതാ ഞാൻ നിനക്ക് തരുന്ന ശിക്ഷ. അഗ്നിഹോത്രി തേജിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു, എന്നെ ജയിലിലടച്ചാലും ഞാൻ തിരിച്ചു വരും. ഈ വീടിനും ഈ കുടുംബത്തിനും ഞാൻ സമാധാനം തരില്ല. അയാൾ വളരെ ശബ്ദത്തിൽ പറഞ്ഞതും, മതി, നിങ്ങൾ ഇനി അലറാൻ നിൽക്കണ്ട. അലക്സ് പറഞ്ഞുകൊണ്ട് അയാളെയും കൊണ്ട് മുന്നിലേക്ക് നടന്നതും അപ്പോഴും പരാജയം സമ്മതിക്കാത്ത ഒരു മുഖഭാവമായിരുന്നു അയാൾക്ക്. എന്നെ ജയിലിൽ കൊണ്ടുപോയാലും ഞാൻ തിരിച്ചു വരും. നിങ്ങളുടെ എല്ലാം ജീവിതം ചുട്ടിരിക്കും. പോകുമ്പോഴും അയാൾ അത് പറഞ്ഞുകൊണ്ടിരുന്നു. അയാളെയും കൊണ്ട് പോലീസ് സംഘം എല്ലാവരും പുറത്തേക്കിറങ്ങി. ഗേറ്റിന് പുറത്ത് നിർത്തിയിട്ടിരിക്കുന്ന പോലീസ് വാഹനത്തിൻ്റെ അടുത്തേക്ക് എത്താറായപ്പോഴാണ് പെട്ടെന്നാണ് പുറകിൽ നിൽക്കുന്ന പോലീസുകാരെയെല്ലാം തള്ളിയിട്ടുകൊണ്ട് അവരുടെ അടുത്തേക്ക് വീരഭദ്രൻ പാഞ്ഞു വന്നത്. അഗ്നിഹോത്രിയുടെ പുറകിലേക്ക് മുഴുവൻ ശക്തിയുമെടുത്ത് കത്തി കുത്തിയിറക്കി. അയാളുടെ മുഖം തീ പോലെ ചുവന്നിരുന്നു. മുഖത്ത് 21 വർഷത്തെ ദേഷ്യം, വേദന, ക്രോധം എല്ലാം നിറഞ്ഞിരുന്നു. നീ കാരണമാണ് എൻ്റെ ജീവിതം തകർന്നത്. നീ കാരണമാണ് എൻ്റെ സഹോദരൻ്റെ ഭാര്യയെ വരെ ഉപദ്രവിച്ചത്. ഇനി നിന്നെ നിയമത്തിന് മുന്നിൽ കൊണ്ടുപോയാൽ മാത്രം മതിയാകില്ല. ഇപ്പോഴും നീ പറഞ്ഞില്ലേ നീ തിരിച്ചു വരുമ്പോൾ കുടുംബം നശിപ്പിക്കുമെന്ന്. അങ്ങനെ പറയുന്ന ആളെ എന്തിനാണ് നിയമത്തിന് മുന്നിൽ വിട്ടുകൊടുക്കുന്നത്? ഞാൻ തന്നെയാണ് നിന്റെ അവസാന ശിക്ഷ വിധിക്കാൻ യോഗ്യൻ. അഗ്നിഹോത്രി വിലങ്ങിട്ട കൈകളോടെ മുന്നോട്ട് വീണിരുന്നു. അയാളുടെ നിലവിളി ഉയർന്നു. രക്തത്തിൻ്റെ ചൂടോടെ അയാൾ നിലത്തേക്ക് പതിച്ചിരുന്നു. വീട് മുഴുവനും നിലവിളി. ഗൗരിയുടെയും അംബികയുടെയും ആദിലക്ഷ്മിയുടെയും എല്ലാവരുടെയും അവസ്ഥ അതുതന്നെയായിരുന്നു. കണ്ണുകളിൽ ഭയവും കരച്ചിലും. സണ്ണി പെട്ടെന്ന് നോക്കിയത് ഗൗരിയാണ്. അതെല്ലാം കണ്ട് സ്റ്റെക്കായി നിൽക്കുകയാണ്. കണ്ണുനീർ ഒഴുകുന്നുണ്ട്, പക്ഷെ പേടിച്ചരണ്ട ഭാവം. അത് കണ്ടതും പെട്ടെന്ന് അവൻ അവിടെ നിന്നും അവളുടെ അടുത്തേക്ക് ചെന്നു. അവളെ അവൻ ചേർത്ത് പിടിച്ചതും ആ സമയം തന്നെ ഗൗരി അവൻ്റെ നെഞ്ചിലേക്ക് തളർന്നു വീണിരുന്നു. എന്തുപറ്റി മോളെ എന്ന് ചോദിച്ചുകൊണ്ട് അടുത്ത് നിന്ന് അമ്മച്ചി പെട്ടെന്ന് അവളെ കയറി പിടിച്ചു. അത് പിന്നെ പെട്ടെന്ന് ഇത് കണ്ടപ്പോൾ ഷോക്കായത് തന്നെയാണ്. വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അല്പസമയം കിടന്നു കഴിയുമ്പോൾ മാറും. ഞാൻ ഇവളെ കൊണ്ടുപോയി കിടത്തട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സണ്ണി ഗൗരിയെയും കൊണ്ട് താഴത്തെ റൂമിലേക്ക് പോയി. അവളെ ബെഡിൽ കിടത്തി. അമ്മച്ചിയെയും ആദിലക്ഷ്മിയെയും എല്ലാം അവിടെ കൂട്ടിരുത്തിക്കൊണ്ട് അവൻ തിരിച്ച് ഹാളിലേക്ക് ചെന്നു. വീരഭദ്രനെ പിടിച്ചു വച്ചിരിക്കുന്നവരുടെ അടുത്ത് നിന്ന് കുതിറി മാറാൻ ശ്രമിക്കുന്നുണ്ട്. അവൻ്റെ ശരീരത്തിൽ ഒരു പിശാച ശക്തി നിറഞ്ഞതുപോലെ തോന്നി. പോലീസ് ഉദ്യോഗസ്ഥർ എല്ലാവരും പിടിച്ചു വെച്ചിട്ടും ആ പിടിപിടിക്കാൻ ശ്രമിക്കുകയാണ്. അവിടമാകെ രക്തത്തിൻ്റെ ചുവപ്പ് നിലത്തു പരന്നു. വീട് മുഴുവൻ നടുങ്ങി. പിന്നീട് വീരഭദ്രൻ്റെ നോട്ടം ചെന്നു നിന്നത് സരസ്വതിയിലായിരുന്നു. അയാൾ നോക്കുന്നത് കണ്ടതും സരസ്വതി പിന്നിലേക്ക് മാറി. അയാളുടെ നോട്ടം സരസ്വതിയിലാണ് എന്ന് കണ്ടതും അലക്സും ഗൗരിയെ റൂമിലാക്കിയിട്ട് വന്ന സണ്ണിയും ഒന്ന് ഞെട്ടി. സണ്ണി അലക്സിനെ ഒന്ന് നോക്കി. അപ്പോഴേക്കും വീരഭദ്രൻ തിരിഞ്ഞു നടന്നിരുന്നു. അയാൾ വരുന്നത് സരസ്വതിയുടെ അടുത്തേക്കാണ് എന്ന് മനസ്സിലായതും പെട്ടെന്ന് അലക്സ് അയാളെ പിന്നിലൂടെ പിടിച്ചു. അയാളുടെ 2 കൈകളും പിന്നിലേക്ക് നീട്ടി. അപ്പോഴേക്കും 2 പോലീസുകാർ വന്ന് അലക്സ് പിന്നിലേക്ക് പിടിച്ചു വെച്ചിരിക്കുന്ന കയ്യിൽ വിലങ്ങിട്ടു. അയാളുടെ കയ്യിൽ നിന്നും കത്തി താഴേക്ക് വീണു. അപ്പോഴും വീരഭദ്രൻ്റെ കണ്ണുകളിൽ തീയായിരുന്നു. അയാളുടെ നോട്ടം സരസ്വതിയിൽ തന്നെയായിരുന്നു. പിന്നീട് വീണ്ടും താഴെ വീണ് കിടക്കുന്ന അഗ്നിയെ നോക്കി. ഇയാളുടെ മരണമല്ലാതെ
എൻ്റെ വേദന ഒരിക്കലും തീരില്ല, അയാൾ പറഞ്ഞു. വർഷങ്ങളായി അടങ്ങിയിരിക്കുന്ന വേദന നിയമത്തിനപ്പുറത്ത് രക്തത്തിൻ്റെ പ്രതികാരം തേടിയിരിക്കുന്നു. വിലങ്ങിട്ട കൈയോടെ ശ്വാസം പിടഞ്ഞുകൊണ്ട് അഗ്നിഹോത്രിയുടെ കണ്ണുകൾ മങ്ങിത്തുടങ്ങി. ജീവിതം മുഴുവനും മറ്റുള്ളവരെ വിഴുങ്ങിയവൻ്റെ ശരീരം ഇപ്പോൾ സ്വന്തം മകൻ്റെ കത്തികൊണ്ട് നിലം പതിച്ചിരിക്കുന്നു. അലക്സ് വിളിച്ച് പറഞ്ഞതനുസരിച്ച് അപ്പോഴേക്കും ആംബുലൻസ് എല്ലാം എത്തിയിരുന്നു. ആംബുലൻസിൽ നിന്നും ഇറങ്ങി വന്ന ഡോക്ടർമാർ അഗ്നിഹോത്രിയുടെ മരണം സ്ഥിരീകരിച്ചു. അച്ഛനെ കൊണ്ടുപോകാൻ വന്ന പോലീസുകാർ പിന്നെ കൊണ്ടുപോയത് മകനെയായിരുന്നു, വീരഭദ്രനെ. അവിടെ നടന്നതൊന്നും വിശ്വസിക്കാൻ പറ്റാതെ ഇരിക്കുകയായിരുന്നു അനന്തപത്മനാഭനും കുടുംബവും. ഇങ്ങനെ ഒരു ട്വിസ്റ്റ് അവരാരും പ്രതീക്ഷിച്ചിരുന്നില്ല. അഗ്നിഹോത്രിയെയും വീരഭദ്രനടക്കം എല്ലാവരെയും അറസ്റ്റ് ചെയ്യുമെന്നാണ് കരുതിയത്. പക്ഷേ ഇപ്പോൾ ചെറിയൊരു ആശ്വാസം തോന്നുന്നുണ്ട്. കാരണം അവസാന നിമിഷവും അഗ്നിഹോത്രിയിൽ പ്രതികാരം പകയും തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ അഗ്നിഹോത്രിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടും കാര്യമില്ല എന്ന് അവർക്കും ഏകദേശം അറിയാമായിരുന്നു. എന്തായാലും ചെറിയൊരു ആശ്വാസമുണ്ട്. ഇനി അഗ്നിഹോത്രി എന്ന കരിനിഴൽ തങ്ങളുടെ കുടുംബത്തിൽ വീഴില്ല എന്നുള്ളൊരു ആശ്വാസം. 2-3 ദിവസം എല്ലാവർക്കും ആ ഒരു വിഷമം ഉണ്ടായെങ്കിലും അതിനോടകം തന്നെ അവർ എല്ലാവരും പതിയെ പഴയ രീതിയിലേക്ക് എത്തിയിരുന്നു. ഗരുഡമനയിൽ നിന്ന് വന്ന അഗ്നിഹോത്രിയും വീരഭദ്രനും ഒഴിച്ച് ബാക്കി എല്ലാവരും അന്ന് വൈകുന്നേരത്തോടു കൂടി തന്നെ അവിടെ നിന്നും പോയിരുന്നു. ഇതെല്ലാം വിളിച്ച് ധീരജ് തേജയോട് പറഞ്ഞപ്പോൾ തേജയ്ക്കും ഒരു ആശ്വാസമാണ് തോന്നിയത്. ഒട്ടും ഞെട്ടലോ സങ്കടമോ ഒന്നും തോന്നിയില്ല. വാളെടുത്തവൻ വാളാൽ എന്ന് പറയുന്നത് പോലെയാണ് അഗ്നിഹോത്രിയുടെ അവസ്ഥ എന്ന് അവർക്ക് മനസ്സിലായി. അത് ശക്തിഭദ്രനോട് പറഞ്ഞപ്പോഴും തനിക്ക് ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നൊരു വിഷമമേ ഉള്ളൂ എന്നാണ് ശക്തിഭദ്രൻ പറഞ്ഞത്. പക്ഷേ അത് തനിക്ക് വേണ്ടി തൻ്റെ സഹോദരൻ ചെയ്തല്ലോ എന്നോർത്തപ്പോൾ ശക്തിഭദ്രന് ആശ്വാസവും തോന്നി. അനന്തപത്മനാഭൻ്റെ വീട്ടിൽ നിന്നും എല്ലാവരും ശക്തിഭദ്രനെ കാണാൻ വന്നിരുന്നു. പഴയതിലും ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഇപ്പോൾ എഴുന്നേറ്റിരുത്തിയാൽ ചാരിയിരിക്കാനൊക്കെ പറ്റും. അതുതന്നെ നല്ലൊരു മാറ്റമാണെന്ന് ഡോക്ടർ പറഞ്ഞു. പതിയെ കാല് തറയിൽ കുത്തി എഴുന്നേറ്റ് നിൽക്കാനും പതിയെ നടക്കാനും ശ്രമിക്കണമെന്ന് ഡോക്ടർ ഉപദേശിച്ചതിന് ശേഷമാണ് പോയത്. ഈ പ്രശ്നം നടന്നതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തിരിച്ച് തറവാട്ടിലേക്ക് പോകണമെന്ന് അംബികാമ്മ നിർബന്ധം പിടിച്ചു. അത് എല്ലാവർക്കും ആ ഒരു ആഗ്രഹമുള്ളത് കൊണ്ട് തന്നെ അത് എത്രയും പെട്ടെന്ന് ചെയ്യാമെന്ന് പറഞ്ഞു. 2-3 ദിവസം കഴിഞ്ഞതോടുകൂടി ഇവിടെ നിന്നും എല്ലാവരും, സണ്ണിയുടെ ഫാമിലി അടക്കം എല്ലാവരും അനന്തപത്മനാഭൻ്റെ തറവാട്ടിലേക്ക് യാത്രയായി. അവിടെ വെച്ചായിരുന്നു ആദിലക്ഷ്മിയുടെയും ആനന്ദിൻ്റെയും വിവാഹം. ആനന്ദ് അച്ഛനുമായി സംസാരിക്കില്ലെങ്കിലും അമ്മയുമായിട്ട് മാത്രം സംസാരിക്കും. വിവാഹത്തിന് അമ്മയോട് മാത്രം വന്നാൽ മതിയെന്ന് ആനന്ദ് കർശനമായി തന്നെ പറഞ്ഞു. മറ്റാരും ആ വീട്ടിൽ നിന്നും തൻ്റെ വിവാഹത്തിന് പങ്കെടുക്കരുത് എന്ന് അവൻ ഉറച്ച ശബ്ദത്തിൽ തന്നെ പറഞ്ഞു. ഇതിനിടയ്ക്ക് ആദിശേഷ് ഏഞ്ചലിനെ കാണാൻ പലപ്പോഴും കോളേജിൻ്റെ മുന്നിൽ ചെന്ന് നിൽക്കുമായിരുന്നു. ഏഞ്ചലും അത് കാണുന്നുണ്ടെങ്കിലും അവൾ പക്ഷേ അത് മൈൻഡ് ചെയ്യാറില്ലായിരുന്നു. ഒരു ദിവസം തീരെ സഹിക്കാൻ പറ്റാതെ വന്നതും അവൻ സണ്ണിയോട് കാര്യം പറഞ്ഞു. സണ്ണിയും ആനന്ദും ആദികേശും സെബിയും ജോണും എല്ലാം കൂടി ഒരുമിച്ച് കോളേജിൻ്റെ മുന്നിൽ പോയി നിന്നു. അന്ന് ഏഞ്ചൽ വന്നതും സണ്ണിയും മറ്റുള്ളവരും ധൈര്യം കൊടുത്ത് ആദിശേഷിനെ ഏഞ്ചലിനോട് സംസാരിക്കാൻ പറഞ്ഞു വിട്ടു. എവിടെ അവൻ പോയി പകുതിയായപ്പോഴേക്കും തിരിച്ചു വന്നു. അപ്പോഴാണ് അവരുടെ കാറിൻ്റെ പുറകിൽ വന്ന് മറ്റൊരു കാറ് നിന്നത്. അതിൽ നിന്നും അനന്തപത്മനാഭനും അംബികയും ആദിലക്ഷ്മിയും ഗൗരിയും ഇറങ്ങി. എന്താ ഇവിടെ പരിപാടി? കോളേജിൻ്റെ മുന്നിൽ എല്ലാം ഉണ്ടല്ലോ, അനന്തപത്മനാഭൻ ചോദിച്ചതും ആദിലക്ഷ്മി ആനന്ദിനെ ഒന്ന് നോക്കി. ഏയ് ഞങ്ങൾ ദേ ഇവന് വേണ്ടി വന്നതാ, ആനന്ദ് ആദിലക്ഷ്മിയോട് പറഞ്ഞു. ഗൗരി പുഞ്ചിരിയോടെ സണ്ണിയെ നോക്കി. അവളോട് കാര്യം പറഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ അവൾക്കറിയാം. അവൾ ഏഞ്ചലിനെ നോക്കി. റോഡിൻ്റെ മറു സൈഡിൽ അവൾ നിൽക്കുന്നുണ്ട്. ഇവരെയെല്ലാം കണ്ടതും അവൾ റോഡ് ക്രോസ് ചെയ്യാൻ വന്നതും 2 സൈഡിൽ നിന്നും വണ്ടി വരുന്നത് ഒന്നും നോക്കാതെയാണ് പെണ്ണ് റോഡ് ക്രോസ് ചെയ്യാൻ വന്നത്. അത് കണ്ട ആദിശേഷ് എടി അവിടെ നിൽക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഓടി അവളുടെ അടുത്തേക്ക് ചെന്നു. അവളെ പിടിച്ച് റോഡിൻ്റെ സൈഡിലേക്ക് മാറ്റി നിർത്തി കണ്ണ് പൊട്ടുന്ന ചീത്തയായിരുന്നു. ഒരുപാട് ചീത്ത പറഞ്ഞതും അവൾ ആദ്യം മിണ്ടാതെ നിന്നെങ്കിലും പിന്നെ മുഖം കൂർപ്പിച്ച് അവനെ നോക്കി. എന്തോടി ഇങ്ങനെ നോക്കി നിൽക്കുന്നത്? മനുഷ്യൻ്റെ നല്ല ജീവൻ അങ്ങ് പോയി. നിനക്ക് നീ ഉണ്ടക്കണ്ണ് തന്നിരിക്കുന്നത് എന്തിനാടി? നോക്കി നടക്കാൻ പാടില്ലേ? ആര് കിട്ടിക്കാനടി? പോ, ഞങ്ങൾ അവിടെ തന്നെ നിൽക്കില്ലേ? ആദിശേഷ് അവന് വായിൽ തോന്നിയത് എല്ലാം വിളിച്ചു പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ടുകൊണ്ടാണ് സണ്ണിയും ആനന്ദും അനന്തപത്മനാഭൻ അംബിക എല്ലാവരും അവരുടെ അടുത്തേക്ക് വരുന്നത്. ഇവനാ കൊച്ചിനോട് എന്തു പറയാനാണ് വന്നത്? ഇഷ്ടം പറയാനല്ലേ വന്നത്? ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് പോകാം. ആനന്ദ് അവൻ വഴക്ക് പറയുന്നത് കേട്ട് പറഞ്ഞതും പെട്ടെന്നാണ് ഏഞ്ചൽ
ആദിശേഷിനെ കെട്ടിപ്പിടിച്ചത്. എല്ലാവരും അത് ഞെട്ടലോടെയാണ് കണ്ടത്. പിന്നീട് ആ ഞെട്ടൽ എല്ലാവരുടെയും ചുണ്ടിൽ ഒരു പുഞ്ചിരിയായി മാറി. ആദിശേഷ് അവളെ മുറുകെ പുണർന്നു. ശരിക്കും പേടിച്ചു പോയി പെണ്ണെ, അവൻ പറഞ്ഞതും ലവ് യു അവൻ്റെ ചെവിയിലായി അവൾ പറഞ്ഞു. ലവ് യു ടു മൈ ഡിയർ ഏഞ്ചൽ, അവനും പറഞ്ഞു. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അപ്പോൾ ഇനി നമ്മുടെ ആവശ്യം ഇവിടെയില്ല. നമുക്കിനി അടുത്തത് ഷോപ്പിലേക്ക് ആദികേശിൻ്റെ അശ്വതിയെ കാണാൻ അല്ലേ അച്ഛാ? ആനന്ദ് ചോദിച്ചതും അതെ. ഓഹ്, എന്നാലും ഇങ്ങനൊരു അമ്മായച്ചനെ കിട്ടാൻ ഭാഗ്യം ചെയ്യണം. നീ പോടാ, ഇതുപോലൊരു അച്ഛനെ കിട്ടാൻ ഞങ്ങളാ ഭാഗ്യം ചെയ്യേണ്ടത്. ആദികേശ് പറഞ്ഞതും മതി മതി, നീ ഇപ്പോൾ സോപ്പിടുന്നതല്ലേ നിന്റെ അശ്വതിക്ക് വേണ്ടി. ഞങ്ങളെല്ലാവരും കാണട്ടെ, എന്നിട്ട് പറയാം ഇത് വേണോ വേണ്ടയോ എന്ന്. ആനന്ദ് പറഞ്ഞതും ആരും സമ്മതിച്ചില്ലെങ്കിലും എൻ്റെ അച്ഛനും അമ്മയും സമ്മതിക്കും. എനിക്ക് അവരുടെ സമ്മതം മതി കേട്ടോ, ആദികേശ് പറഞ്ഞു. എല്ലാവരും കൂടി അപ്പോൾ ഷോപ്പിലേക്കാണ് പോയത്. അല്ല, എന്തും പറഞ്ഞപ്പോൾ ഷോപ്പിലേക്ക് കയറിച്ചല്ലോ? ആദിലക്ഷ്മി ചോദിച്ചു. അത് സിമ്പിളല്ലേ, ഇപ്പോൾ നമ്മുടെ എല്ലാം മുന്നിൽ വെച്ച് ഇഷ്ടം പറഞ്ഞ 2 പേരില്ലേ, അവർക്ക് നമ്മുടെ വക ഒരു ഗിഫ്റ്റ്. അല്ല, എൻ്റെ വക ആയിക്കോട്ടെ, 2 പേർക്കും എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഇവിടെ നിന്ന് എടുത്തോ, സണ്ണി പറഞ്ഞതും എന്നാ പിന്നെ അത് നിന്റെ വക മാത്രം ആക്കണ്ട, നമ്മുടെ എല്ലാവരുടെയും കൂടി ആയിക്കോട്ടെ. എന്തു പറയുന്നു? അനന്തപത്മനാഭൻ പറഞ്ഞതും ആയിക്കോട്ടെ, അംബികയും പറഞ്ഞു. അവർ ഷോപ്പിലേക്ക് എല്ലാവരും കൂടി വന്നതും മാനേജർ അടക്കം എല്ലാ സ്റ്റാഫുകളും എഴുന്നേറ്റ് നിന്നു. എന്താ സാർ പെട്ടെന്ന് പതിവില്ലാതെ? ഓ, ഞങ്ങൾ ചുമ്മാ വന്നതാ, ഇവർക്ക് എന്തൊക്കെയോ എടുക്കണമെന്ന് പറഞ്ഞു വന്നതാ, അനന്തപത്മനാഭൻ പറഞ്ഞു. വരൂ മാഡം. അയാൾ ഭവ്യതയോടെ എല്ലാവരെയും സ്വീകരിച്ചു. ഞാൻ എൻ്റെ ക്യാബിനിലുണ്ടാവും, നിങ്ങളെന്താണെന്ന് വെച്ചാൽ എടുക്ക്. അംബിക, താനും വരുന്നുണ്ടോ? അനന്തപത്മനാഭൻ ചോദിച്ചതും ആ, ഞാനും വരാം. അതിനു മുമ്പ് എനിക്കൊന്ന് കാണണം, അംബിക പറഞ്ഞതും എന്നാ ശരി, കണ്ടിട്ട് വാ, അനന്തപത്മനാഭൻ പുഞ്ചിരിയോടെ പറഞ്ഞു. ആദികേശിൻ്റെ കണ്ണുകൾ അവിടെ അശ്വതിയെ തിരകെയായിരുന്നു. എടാ, എവിടെയാണ് ആള്? ആനന്ദ് ചോദിച്ചു. അത് തന്നെയല്ലേ ഞാൻ നോക്കുന്നത്. അപ്പോൾ നിനക്കറിയില്ല ഏത് സെക്ഷനാണെന്ന്? അന്ന് ഡയമണ്ട് സെക്ഷനിലാണ്. അതെ ചേട്ടാ, ഞങ്ങൾക്ക് ഡയമണ്ടിൻ്റെ 2 റിങ് വേണം, ആനന്ദ് പറഞ്ഞതും സർ അത് മുകളിലാണ്, നമുക്ക് ലിഫ്റ്റിൽ പോകാം എന്ന് പറഞ്ഞ് അയാൾ വിളിച്ചതും എല്ലാവരും ലിഫ്റ്റിൽ കയറി. അവർ ലിഫ്റ്റിൽ കയറാൻ പോയപ്പോഴാണ് പടികൾ ഇറങ്ങി വരുന്ന അശ്വതിയെ ആദികേശ് കാണുന്നത്. ഏയ് ദേന അശ്വതി, അവൻ പറഞ്ഞതും ലിഫ്റ്റിലേക്ക് കയറിയ എല്ലാവരും അതേ സ്പീഡിൽ തന്നെ പുറത്തേക്ക് ഇറങ്ങി. ഒരു കസ്റ്റമറോട് സംസാരിച്ചുകൊണ്ട് വരികയായിരുന്നു അശ്വതി. അവളെ കണ്ടതും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഒരു സാധാരണ നാടൻ പെൺകുട്ടി, ഒരുപാട് ഒരുക്കങ്ങളൊന്നുമില്ലെങ്കിലും കാണാൻ സുന്ദരിയായിരുന്നു അവൾ. അംബികാമ്മയ്ക്കും ഇഷ്ടപ്പെട്ടു. അംബികാമ്മ ആദിലക്ഷ്മിയെയും ഗൗരിയെയും നോക്കി. അവരുടെ കണ്ണുകളിലും ആ ഇഷ്ടം കണ്ടു. മോള് തിരക്കിലാണോ? അംബിക ചോദിച്ചതും ഇല്ല മേഡം, പറഞ്ഞോളൂ. ഒരു കസ്റ്റമറുണ്ട്, അവരുടെ കഴിഞ്ഞു, അവരെ ബില്ലിംഗ് സെക്ഷനിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു, അശ്വതി പറഞ്ഞു. എന്നാ അത് ദേ ഇവർ ചെയ്തോളും. മോള് ഞങ്ങളുടെ ഒപ്പം വാ, ഞങ്ങൾക്ക് 2 ഗിഫ്റ്റ് മോതിരം എടുക്കണം, ഡയമണ്ടാണ്, അവർ പറഞ്ഞതും യെസ് മാഡം, ഞാൻ വരാം, നിങ്ങൾ ലിഫ്റ്റിലേക്ക് പോയിക്കോളൂ, ഞാൻ സ്റ്റെപ്പ് വഴി വരാം. ഏതാ ഫ്ലോറ്? 3rd. മോളിങ്ങി 3rd ഫ്ലോർ വരെ സ്റ്റെപ്പ് കയറണ്ട, ഞങ്ങളെ കൂടി വാ എന്ന് പറഞ്ഞ് അംബിക അശ്വതിയുടെ കൈ പിടിച്ചുകൊണ്ട് ലിഫ്റ്റിലേക്ക് കയറി. എല്ലാവരും ലിഫ്റ്റിൽ കയറി. 3rd ഫ്ലോർ എത്തിയതും എല്ലാവരും ഇറങ്ങി. അപ്പോഴും അശ്വതി ഒരു ഞെട്ടലിലായിരുന്നു. അംബിക കൈവിടാതെ തന്നെ പിടിച്ചിട്ടുണ്ട്. അവളോട് ഒരു വിശേഷങ്ങൾ ചോദിക്കുന്നുണ്ട്. അവൾ അതിനെല്ലാം മറുപടി പറയുന്നത് കേട്ട് ആദികേശ് സണ്ണിയൊന്ന് നോക്കി. സണ്ണി പുരികം പൊക്കി എന്താണെന്ന് ചോദിച്ചതും ആദികേശ് ഒന്നുമില്ലെന്ന് പറഞ്ഞു. പിന്നെ കണ്ണുകൊണ്ട് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. സണ്ണി സൂപ്പർ എന്ന് പറഞ്ഞു. ആനന്ദ് എൻ്റെ പെണ്ണിൻ്റെ അത്ര പോരാ, ആനന്ദ് പറഞ്ഞുകൊണ്ട് ആദിലക്ഷ്മിയെ നോക്കിയതും ആദിലക്ഷ്മി ഒന്ന് പുഞ്ചിരിച്ചു. സുഖിപ്പിച്ചു. അവൾക്ക് സുഖിച്ചു കേട്ടോ. അതെ, നീ ഇഷ്ടപ്പെടണ്ട, ഞാൻ ഇഷ്ടപ്പെട്ടോളാം, ആദികേശ് പറഞ്ഞു. സണ്ണിയും ഗൗരിയും കൈ കോർത്ത് പിടിച്ച് നടക്കുന്നത് കണ്ടതും ഇവർക്ക് ഈ കൈ വിടാറായില്ലേ, നീ ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞുകൊണ്ട് ആനന്ദ് സണ്ണിയുടെ കൈ പിടിച്ചതും നിങ്ങൾക്ക് എന്താ മനുഷ്യ, അവരങ്ങനെ നടക്കട്ടെ, നിങ്ങളെ അങ്ങനെ നടക്കുന്നില്ല, ആദിലക്ഷ്മി പറഞ്ഞതും എൻ്റെ കൊച്ചിനത് ഇഷ്ടമായിരുന്നോ? ഞാൻ നിനക്ക് ഇഷ്ടപ്പെടില്ലെന്ന് കരുതിയല്ലേ എൻ്റെ മോളെ, ഇങ്ങോട്ട് വാടി എന്ന് പറഞ്ഞുകൊണ്ട് ആനന്ദ് അവളുടെ കയ്യിൽ പിടിച്ചു. എല്ലാവരും സന്തോഷത്തോടെയാണ് ഡയമണ്ട് സെക്ഷനിലേക്ക് ചെന്നത്. അവിടെ ചെന്നതും ആദിശേഷിനും ഏഞ്ചലിനും വേണ്ടിയുള്ള ഡയമണ്ട് മോതിരങ്ങൾ തന്നെ സെലക്ട് ചെയ്തു. അതും അംബികാമ്മ തന്നെയാണ് സെലക്ട് ചെയ്തത്. കൂട്ടത്തിൽ മറ്റൊരു മോതിരം കൂടി അവർ എടുത്തു.
മോൾക്ക് ഇഷ്ടപ്പെട്ടോ ഇത്? അംബികാമ്മ അശ്വതിയോട് ചോദിച്ചതും ആ കൊള്ളാം, നല്ലതാണ്, അവൾ പറഞ്ഞു. ഡാ, നിനക്കിഷ്ടപ്പെട്ടോ? ആദികേശിനോട് ചോദിച്ചതും ആ ഇഷ്ടപ്പെട്ടു അമ്മേത് കപ്പിൾസ് റിംഗ് ആണ്, അതിൻ്റെ പേർ കൂടി ഉണ്ടാവും ഇവിടെ. ആണോ? എന്നാ അത് കൂടി ഇങ്ങെടുക്ക് എന്ന് പറഞ്ഞതും അവിടുത്തെ സ്റ്റാഫ് അതും കൂടി എടുത്തു കൊടുത്തു. മോളെ, ഞാൻ നിങ്ങളുടെ ഈ സാറില്ലേ ആദികേശ്, ഇവൻ്റെ അമ്മയാണ്, മോൾക്കറിയാലോ. ഞാൻ മോളോട് ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി വന്നതാണ്. ഇങ്ങനെയല്ല ചോദിക്കേണ്ടതെന്ന് എനിക്കറിയാം, പക്ഷേ മോളുടെ മനസ്സിൽ എന്താണെന്ന് അറിഞ്ഞിട്ട് വീട്ടിൽ വന്ന് ചോദിക്കാമെന്ന് കരുതിയിട്ടാണ്. മോൾക്കിനി മറ്റു വല്ല ഇഷ്ടങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾ വെറുതെ വന്ന് അവിടെ അത് ഇവന് ആകെ സങ്കടമാവും. അപ്പോൾ ഇങ്ങനെ അങ്ങ് ചോദിക്കുകയാണെങ്കിൽ മോളുടെ ഇഷ്ടം അറിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും കൂടി വന്ന് മോളുടെ വീട്ടിൽ സംസാരിക്കാമെന്ന് കരുതിയാണ്. അത് പറഞ്ഞതും അവൾ എല്ലാവരെയും ഒന്ന് നോക്കി. അവളുടെ കണ്ണുകളിൽ പരിഭ്രമം കണ്ടപ്പോൾ തന്നെ അവൾക്ക് കാര്യം മനസ്സിലായി എന്ന് എല്ലാവർക്കും തോന്നി. അമ്മ ഇനി പ്രത്യേകിച്ച് പറയണമെന്ന് തോന്നുന്നില്ല, അശ്വതിക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട്. ആദിലക്ഷ്മി പറഞ്ഞതും അശ്വതി ആദിലക്ഷ്മിയെ നോക്കി. എടോ, മറ്റൊന്നുമല്ല, എൻ്റെ ഏട്ടന് തന്നെ ഇഷ്ടമാണ്, വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ട്. തനിക്ക് മറ്റെതിർപ്പുകളൊന്നും ഇല്ലെങ്കിൽ ഈ വിവാഹത്തിന് സമ്മതമാണെങ്കിൽ ഞങ്ങൾ തൻ്റെ അച്ഛൻ്റെ അടുത്തും അമ്മയോടും വന്ന് വീട്ടിൽ വന്ന് സംസാരിച്ചോളാം. ആദിലക്ഷ്മി പറഞ്ഞതും അവൾ ഒരു ഞെട്ടലോടെ നോക്കിയത് ആദികേശിനെയായിരുന്നു. അവളെ തന്നെ കണ്ണിമ വെട്ടാതെ നോക്കി നിൽക്കായിരുന്നു അവൻ. അവളുടെ മുഖത്തെ ഭാവങ്ങളെല്ലാം അവൻ നോക്കിക്കാണുകയായിരുന്നു. എന്താ മോളെ, മോൾക്ക് മറ്റെന്തെങ്കിലും? അവളുടെ മൗനം കണ്ടതും അംബികാമ്മ അത്രയും ചോദിച്ചു. ആ സമയം എല്ലാവരും നോക്കിയത് ആദികേശിനെയായിരുന്നു. ഇത്രയും നേരം അവൻ്റെ മുഖത്തുണ്ടായിരുന്ന ആ സന്തോഷം മങ്ങിയത് സണ്ണിയും ആനന്ദും അടക്കം എല്ലാവരും ശ്രദ്ധിച്ചു. സണ്ണി ആനന്ദിനെ നോക്കിയതും ആനന്ദ് ആദിലക്ഷ്മിയുടെ കൈ വിട്ടുകൊണ്ട് ആദികേശിൻ്റെ കയ്യിൽ പിടിച്ചു. സണ്ണിയും ആദികേശിൻ്റെ കയ്യിൽ പിടിച്ചിരുന്നു. പറയ്, മോൾക്ക് മറ്റെന്തെങ്കിലും? അത് പിന്നെ മാഡം, എനിക്കങ്ങനെ മറ്റിഷ്ടങ്ങളൊന്നുമില്ല. പക്ഷേ അച്ഛനും അമ്മയും ഇതിനെ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. നിങ്ങളെയൊക്കെ പോലെയുള്ള വലിയ വീട്ടിലേക്ക് അതൊന്നും ഞങ്ങളെപ്പോലുള്ളവർക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല മാഡം. അതുകൊണ്ട് അച്ഛനും അമ്മയും സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ സമ്മതിക്കില്ല, അവൾ പറഞ്ഞതും അവളുടെ ആ മറുപടി കേട്ട എല്ലാവർക്കും സന്തോഷമാണ് തോന്നിയത്. ആദികേശിൻ്റെ ചുണ്ടിൽ പഴയ പുഞ്ചിരി സ്ഥാനം പിടിക്കുന്നത് എല്ലാവരും കണ്ടു. എന്തായി, പറഞ്ഞോ എന്ന് ചോദിച്ചുകൊണ്ട് പെട്ടെന്നാണ് അങ്ങോട്ട് ആദിശേഷും ഏഞ്ചലും കൂടി വരുന്നത്. ആ വന്നല്ലോ, എന്തായി? എന്താവൻ? ഞാൻ ഇവളുടെ അച്ഛനെ വിളിച്ച് സംസാരിച്ചു, അങ്കിള് ഓക്കെ പറഞ്ഞു. നീ ഭയങ്കര ഫാസ്റ്റാണല്ലോടാ, ആദികേശ് ചോദിച്ചതും പിന്നല്ലാതെ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ? മിക്കവാറും ഇവൻ്റെ വിവാഹത്തിൻ്റെ അന്ന് തന്നെ എൻ്റെയും കൂടി നടത്തിയാലോ എന്നാ എൻ്റെ ആലോചന. എന്തോ? അംബികാമ്മ പറഞ്ഞതും അമ്മ അച്ഛനോടൊന്ന് പറയോ? എന്തായാലും പന്തലിട്ട് എല്ലാവരെയും വിളിക്കണം. ഈ 2-3 പ്രാവശ്യമായിട്ട് വിളിക്കുന്നതിന് നല്ലതല്ലേ ഒറ്റ പ്രാവശ്യം എല്ലാവരെയും വിളിച്ച് 3 സദ്യ കൊടുക്കുന്നത്? അല്ല, ഇവിടെ എന്തായി, ഓക്കെ ആയോ? ആദികേശിനെ നോക്കി ചോദിച്ചതും ആദികേശ് അശ്വതിയെ നോക്കി. ഒന്ന് പറയണ്ടേ ഏട്ടത്തിയമ്മേ, അങ്ങോട്ട് പറയേ, എന്തിനാ അങ്ങനെ ബലം കൊടുക്കുന്നത്? ആദിശേഷ് ചോദിക്കുന്നത് കണ്ടതും ഏഞ്ചൽ അവൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചു. ഓ പതുക്കെ, ഇങ്ങനെയാണോ? അത് പേടിച്ച് നിൽക്കാണ്, കണ്ടില്ലേ? ഓ സോറി കേട്ടോ, അത് ഞങ്ങളൊക്കെ നല്ല ഫ്രണ്ട്ലി ആണെന്നേ. താൻ ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കാതെ. ഇപ്പോൾ ഇവിടെ എന്താ പ്രശ്നം? ആദിശേഷ് ചോദിച്ചതും എൻ്റെ പൊന്നു മോനെ, നീ പ്രശ്നം ഉണ്ടാക്കല്ലേ. നിങ്ങൾക്ക് 2 പേർക്കും അമ്മ ഒരു ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ട്, ഇത് നോക്കിക്കേ, ഇവിടുത്തെ കാര്യം ഞങ്ങൾ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞ് അംബികാമ്മയുടെ കയ്യിൽ നിന്നും ആ 2 ഗിഫ്റ്റ് മോതിരങ്ങൾ വാങ്ങി ആദിശേഷിൻ്റെയും ഏഞ്ചലിൻ്റെയും കയ്യിലേക്ക് കൊടുത്തു. നോക്ക്, ഇഷ്ടപ്പെട്ടോ എന്ന്? പിന്നെ ഇഷ്ടപ്പെട്ടു. എവിടെ നിന്റെ നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഏഞ്ചലിൻ്റെ കയ്യിൽ നിന്നും മോതിരം നോക്കി. അമ്മേ, ഞങ്ങൾ ഇട്ട് കൊടുത്തോട്ടെ? ഇപ്പോഴോ? അതിനെന്താ, ഇത് ഞങ്ങൾക്ക് 2 പേർക്കും പരസ്പരം കൊടുക്കാൻ വേണ്ടി വാങ്ങിയതല്ലേ? അതെ, എന്നാ പിന്നെ ഞങ്ങൾക്ക് കൊടുക്കാൻ പാടില്ലേ? ഞങ്ങളുടെ സന്തോഷം എന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെയല്ലേ, അപ്പം നിങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെ ആവുന്നതല്ലേ അതിൻ്റെ ഒരു ഭംഗി അല്ലേ ഏഞ്ചലെ? ആദിശേഷ് ചോദിച്ചതും ഏഞ്ചൽ അതേന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ ഇട്ടുകൊടുത്തോ അല്ലേ, നമ്മളായിട്ട് ഇനി എന്തിനാ കുറയ്ക്കുന്നത്? അതേ കൊച്ചേ, മോളും കൂടി സമ്മതിക്കുകയാണെങ്കിൽ 4 എണ്ണം അങ്ങോട്ട് ഒരുമിച്ചിടായിരുന്നു. ആനന്ദ്
അശ്വതിയുടെ അടുത്ത് വന്ന് പറഞ്ഞതും അവളൊന്ന് ചിരിച്ചു. സമ്മതാണോ കൊച്ചിന്? ആനന്ദ് ചോദിച്ചതും അവൾ കണ്ണുകൾ ഉയർത്തി ആദികേശിനെ നോക്കി. അവനും ആകാംക്ഷയിൽ നിൽക്കുകയാണ് എന്ന് കണ്ടതും, ഞാൻ പറഞ്ഞില്ലേ വീട്ടിൽ മോളെ, അച്ഛൻ്റെയോ അമ്മയുടെയോ അനുവാദം ചോദിക്കുന്നത് അത് ഞങ്ങൾ ഏറ്റു. മോൾക്ക് ഇഷ്ടമാണോ? ആനന്ദ് ചോദിച്ചതും അവൾ എനിക്ക് സമ്മതക്കുറവില്ല. അവൾ പറഞ്ഞതും ആദികേശിൻ്റെ മുഖം വിടർന്നു. എന്നാ പിന്നെ അതങ്ങ് കൊടുത്തേക്ക്, 4 പേരും ഒരുമിച്ച് തന്നെ ഇട്ടേക്കട്ടെ. ആനന്ദ് പറഞ്ഞതും അപ്പോൾ ഞാൻ വേണ്ടേടേ? ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കിയപ്പോൾ കണ്ടു അനന്തപത്മനാഭൻ വരുന്നത്. എടാ ഞാനും കൂടി വരട്ടെ എന്നിട്ടാവട്ടെ. അദ്ദേഹം ചിരിയോടെ വന്നുകൊണ്ട് അംബികാമ്മയുടെ അടുത്ത് വന്ന് നിന്നു. എന്നാ മക്കളങ്ങൾ ഇട്ടുകൊടുത്തോ. എന്തായാലും ഇത് ഒരു ഭാഗ്യം ഞങ്ങൾക്കിരിക്കട്ടെ. മക്കള് പ്രണയം തോന്നിയ പെൺകുട്ടികളോട് അവരുടെ ഇഷ്ടം പറയുന്നത് കാണാനുള്ളൊരു ഭാഗ്യവും ആദ്യമായിട്ട് അവർ ഗിഫ്റ്റ് കൊടുക്കുന്നത് കാണാനുള്ള ഭാഗ്യവും കിട്ടിയ അച്ഛനമ്മമാർ ഞങ്ങളായിക്കോട്ടെ, അല്ലേടോ? അനന്തപത്മനാഭൻ ചിരിയോടെ പറഞ്ഞതും അംബികാമ്മയും ചിരിച്ചു. ഇവിടെ വന്ന് നിൽക്കടാ എന്ന് പറഞ്ഞുകൊണ്ട് ആനന്ദ് ആദികേശിനെ അശ്വതിയുടെ അടുത്ത് നിർത്തി. മോള് പേടിക്കണ്ട, അച്ഛനോടും അമ്മയോടും ഞങ്ങൾ സംസാരിച്ചോളാം. ദേ ഇപ്പോൾ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങിയ നേരെ പോകുന്നത് മോളുടെ അച്ഛൻ്റെയും അമ്മയുടെ അടുത്തേക്കാണ്. പേടിക്കണ്ട കേട്ടോ. അനന്തപത്മനാഭൻ പറഞ്ഞതും അവൾ ചെറുതായി പുഞ്ചിരിച്ചു. എന്നാ കൊടുക്കടാ. ആനന്ദ് പറഞ്ഞതും ആദികേശ് അശ്വതിയുടെ കയ്യിലേക്ക് അവൻ ഒരു മോതിരം അണിയിച്ചു. ഇനി മോളിട്ട് കൊടുക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അംബിക മറ്റൊരു പ്ലാറ്റിനം ഡയമണ്ട് മോതിരം അവളുടെ കയ്യിലേക്ക് കൊടുത്തു. അവളത് ആദികേശിൻ്റെ കയ്യിൽ അണിയിക്കുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നത് ആദികേശ് കണ്ടു. കയ്യിലിട്ട് കഴിഞ്ഞതും ആദികേശ് അവളെ തോളിലൂടെ ചേർത്ത് അവനിലേക്ക് പിടിച്ചു. അവിടെ നിന്ന സ്റ്റാഫുകളെല്ലാം അത്ഭുതത്തോടെയാണ് ആ കാഴ്ച കണ്ടത്. എന്നാ പിന്നെ ഇനി നീയും കൂടി ഇട്ടോ. ഞങ്ങൾ ഇട്ട് കഴിഞ്ഞു. എപ്പോ? അത് ഏട്ടനിട്ടപ്പോൾ തന്നെ ഞാനും ഇട്ടു. ഒരേ മുഹൂർത്തല്ലേ? അതല്ലേ അങ്ങനെ ചെയ്തത്. സോ ഫാസ്റ്റ്. സണ്ണിയേ ഇവൻ ഭയങ്കര ഫാസ്റ്റാണടാ. ആനന്ദ് സണ്ണിയോട് പറഞ്ഞതും അത് കേട്ട് എല്ലാവരും ചിരിച്ചു. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ മോളെ. മോള് അച്ഛൻ്റെയും അമ്മയുടെയും നമ്പർ ഇങ്ങതാ. അനന്തപത്മനാഭൻ പറഞ്ഞതും അശ്വതി അച്ഛൻ്റെയും അമ്മയുടെയും നമ്പർ പറഞ്ഞു കൊടുത്തു. എന്നാ ഞങ്ങൾ നേരെ മോളുടെ വീട്ടിലേക്കാണ്. വീട്ടിൽ പോയി സംസാരിച്ചിട്ട് ഞങ്ങൾ പറയാം കേട്ടോ. പോട്ടെ എന്ന് പറഞ്ഞു അംബിക അവളുടെ കവിളിൽ തലോടി. എല്ലാവരും ഒരുമിച്ച് അവിടെ നിന്നും ഇറങ്ങുമ്പോഴും ആദികേശ് അവളെ നോക്കി 2 കണ്ണും ചിമ്മി കാണിച്ചു. അവൾ ചെറുപുഞ്ചിരിയോടെ അവനെ നോക്കി നിന്നു. ഇന്ന് അനന്തപത്മനാഭൻ്റെ സ്വന്തം കൺവെൻഷൻ സെൻറ്ററിൽ 3 വിവാഹങ്ങൾ ഒരുമിച്ച് നടക്കുകയാണ്. ആദികേശ്, അശ്വതി, ആനന്ദ്, ആദിലക്ഷ്മി, ആദിശേഷ്, ഏഞ്ചൽ 3 പേരുടെയും വിവാഹം ഒരുമിച്ച് ഒരു പന്തലിൽ മനോഹരമായി ആർഭാടപൂർണമായി തന്നെ നടന്നു. അത് കാണാൻ ആരുടെയും സഹായമില്ലാതെ ശക്തിഭദ്രൻ തേജയുടെ കൈപിടിച്ചുകൊണ്ടും തേജിനെയും കൂട്ടിക്കൊണ്ട് അവിടേക്ക് വന്നു. സ്കൂൾ അവധി കഴിഞ്ഞ് സ്കൂൾ തുറക്കാൻ പോകുന്നത് കൊണ്ട് പെട്ടെന്ന് വിവാഹം നടത്തുകയാണ്. സണ്ണിക്കും മറ്റും തിരിച്ചു പോകേണ്ടത് കൊണ്ട് അവർ പോകുന്നതിൻ്റെ ചെറിയൊരു വിഷമമുണ്ടെങ്കിലും ശനിയും ഞായറും ഒന്നില്ലെങ്കിൽ വയനാട്ടിലോ അല്ലെങ്കിൽ ഇവിടെയോ എല്ലാവരും കൂടി ഒരുമിച്ചുണ്ടാകുമെന്ന് എല്ലാവരും കൂടി ഒരുമിച്ചൊരു തീരുമാനം എടുത്തു. അതുകൊണ്ട് അത്രയ്ക്ക് വിഷമമൊന്നും ആർക്കും തോന്നുന്നില്ല. പിന്നെ ഇടയ്ക്ക് അനന്തപത്മനാഭനും അംബികാമ്മയും സണ്ണിയുടെ വീടിനോട് ചേർന്ന് വാങ്ങിയിരിക്കുന്ന വീട്ടിൽ ഇടയ്ക്ക് ചെന്ന് നിൽക്കാമെന്നും തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും സന്തോഷത്തോടു കൂടി ആ വിവാഹം ആഘോഷമാക്കി. പാട്ടും ഡാൻസും എല്ലാമായി അനന്തപത്മനാഭൻ്റെ കുടുംബത്തിൽ വന്നിരിക്കുന്ന എല്ലാ കരിനിഴലുകളെയും നീക്കിക്കൊണ്ട് സണ്ണിയും ഗൗരിയും അവരുടെ ജീവിതയാത്ര മുന്നോട്ട് പോവുകയാണ്. കൂട്ടത്തിൽ 3 പുതുമോടികളും അവരും അവരുടെ ജീവിതം ആസ്വദിക്കാൻ തുടങ്ങുകയാണ്. അതിനിടയിൽ കൂടി അനന്തപത്മനാഭനും അംബികാമ്മയും അവരുടെ പ്രണയവും മുന്നോട്ട് പോകുന്നുണ്ട്. തേജയും ശക്തിഭദ്രനും ധീരജുമായിട്ട് നല്ലൊരു കണക്ഷൻ തന്നെ അവർക്കുണ്ടായിരുന്നു. അവരും ഇപ്പോൾ അനന്തപത്മനാഭൻ്റെ കുടുംബത്തിലെ അംഗങ്ങൾ തന്നെയാണ്. അഗ്നിഹോത്രിയുടെ കുടുംബത്തിലെ അംഗമായിട്ടല്ല, തങ്ങളുടെ സ്വന്തം കൂടപ്പിറപ്പായിട്ടാണ് അംബിക ശക്തിഭദ്രനെ സ്വീകരിച്ചത്. അവരുടെ സന്തോഷകരമായ ജീവിതം വയനാട്ടിലും തൃശ്ശൂരുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ഹായ്, അപ്പോൾ നമ്മുടെ സ്റ്റോറി തീർന്നു. നമ്മുടെ പുതിയ സ്റ്റോറി വരികയാണ്. സൂര്യചന്ദ്ര എന്നാണ് എൻ്റെ പുതിയ സ്റ്റോറിയുടെ പേര്. ഇഷ്ടപ്പെട്ട ഒന്ന് പറഞ്ഞോളൂട്ടെ പേര്. എൻ്റെ എല്ലാ സ്റ്റോറിക്കും തരുന്ന സപ്പോർട്ട് ഈ പുതിയ സ്റ്റോറിക്കും നിങ്ങൾ തരുമെന്ന് കരുതുന്നു. എല്ലാവരും കൂടി ഉണ്ടാകണം. പഴയതിൽ നിന്നും ഒരുപാട് വ്യത്യസ്തമായിട്ടാണ് ഞാൻ ഈ സ്റ്റോറി അവസാനിപ്പിച്ചിരിക്കുന്നത്. ഏതാണ് നല്ലതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. പിന്നെ ഞാനൊരു സത്യം പറയട്ടെ,
പഴയ പ്രണയപൂർവ്വം നിനക്കായി എന്ന സ്റ്റോറിയുടെ ക്ലൈമാക്സ് എന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല. എന്നാലും എനിക്ക് ഈ സ്റ്റോറി ഇഷ്ടപ്പെട്ടു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് പറഞ്ഞോളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്തോളൂ. സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ. ലവ് യു ഓൾ. ഇറ്റ്സ് മീ കാർത്തിക.